ഹായ് മക്കളെ, +2 റിസൾട്ട് വന്നിട്ടുണ്ട്. റിസൾട്ടിൽ നിങ്ങൾ മേ ബി ഹാപ്പി ആയിരിക്കും, സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ചില കാരണവശാൽ ചിലപ്പോൾ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല, ഹാപ്പി അല്ല. ചില കാരണങ്ങളാൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫെയിൽ ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് വേണ്ടി സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാം +2വിന്റെ കേസിലും ഉണ്ട്. അതിന്റെ കേസിൽ ഞാൻ ക്ലാരിറ്റി തരാം. നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റുകൾ നിങ്ങൾ ഫെയിൽ ആവുകയാണ്, അതായത് ഡി ഗ്രേഡ് ആണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ പേപ്പറിൽ ഫെയിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു വാക്ക് ഉപയോഗിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഹയർ സ്റ്റഡീസിന് നിലവിൽ എലിജിബിൾ അല്ല എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ വരുന്ന ജൂണിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സേ എക്സാം നടക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെട്ട, അതായത് ഡി ഗ്രേഡ് ഒക്കെ കിട്ടിയിരിക്കുന്ന ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സേ എക്സാം എഴുതാം. അപ്പൊ അതിന്റെ ടൈം ടേബിൾ എന്റെ പുറകിലുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇംപ്രൂവ്മെന്റ് കേസ് ഞാൻ ക്ലാരിറ്റി വരുത്താം. ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾ എല്ലാ സബ്ജക്ട്സിലും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിയുടെ മുകളിലുള്ള ഗ്രേഡ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാസ് ആയിട്ടുണ്ട്, എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസാണ്. അതിൽ ഒരു സബ്ജക്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യാം. +1 പോലെ 3 സബ്ജക്ട് ഇല്ല എന്ന് ഞാൻ ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ്. ടൈം ടേബിൾ എന്റെ പുറകിൽ കാണുന്നുണ്ട്. ജൂൺ 23 മുതലാണ് എന്ത് നിങ്ങൾ എക്സാം നടക്കാൻ പോകുന്നത്. സേ ബാർ ഇംപ്രൂവ്മെന്റ് എക്സാം ആണ് അതിന്റെ പേര്. അപ്പൊ നിങ്ങൾക്ക് ജൂൺ 23 ഫോർനൂൺ രാവിലെ സെക്കൻഡ് ലാംഗ്വേജ് ആണ്, അന്ന് ആഫ്റ്റർനൂൺ കെമിസ്ട്രി ആണ്. ഒരുപാട് പേര് +2 കെമിസ്ട്രി ഇംപ്രൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇംപ്രൂവ് ചെയ്യുന്നവരല്ലേ സേ എഴുതുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ എക്സാം കെമിസ്ട്രി ആണ്. അപ്പോൾ ഇംപ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണം കെമിസ്ട്രി ഓപ്ഷൻ കൊടുക്കുക. ആദ്യത്തെ എക്സാം ആയിട്ട് കഴിയും. 24-ാം തീയതി ഫോർനൂണിന് ഇംഗ്ലീഷ് ആണ്, 25-ന് ഫോർനൂണ് മാത്സ് ആണ്, 26-ന് ഫോർനൂണ് ഫിസിക്സ് ആണ്, 27-ന് ഫോർനൂൺ ബയോളജി ആണ്. അപ്പോൾ ഇതാണ് ടൈം ടേബിൾ വരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ ബാച്ചസ് ഒക്കെ എജ്യൂപോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ പേടിക്കേണ്ട. വൈകാതെ അതിന്റെ അപ്ഡേറ്റ് വരും. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്, അപ്ലൈ ചെയ്ത ലാസ്റ്റ് ഡേറ്റ് മെയ് 27 ആണ്. വിത്ത് ഫൈൻ എനിക്ക് തോന്നുന്നു 29th വരെ അപ്ലൈ ചെയ്യാം. സോ വേഗം നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാം. മെയ് 27 ഉള്ളിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് നമ്മൾ ഈ ചാനലിൽ നിങ്ങൾക്ക് തുടരാം, കണ്ടിന്യൂ ചെയ്യാം. കൂടുതൽ അപ്ഡേറ്റ്സ് നമ്മൾ ഈ ചാനലിൽ തന്നെ തന്നുകൊണ്ടിരിക്കും.